ടീച്ചർ മെന്റലിസം പഠിച്ച ഇൻട്രക്ട് ഏറ്റവും കൂടുതൽ സ്കൂളിൽ വരുന്നത് തന്നെ ഇതുപോലെ ഇങ്ങനെ ട്രോഫികൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ. ഒരു ദിവസം ഞാനിങ്ങനെ കേട്ടു, എന്താണ് മുതുകാട് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് അനന്ത് പ്രാക്ടീസ് ചെയ്യണം. കൂട്ടുകാര് കൂടെ നിന്നിട്ടുണ്ട്. അതെ അതെ, ഒരു 5 വർഷത്തെ സ്വപ്നമായിരുന്നു സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന ഷോ. എന്തോ ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീച്ചേഴ്സിനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എഴുന്നേറ്റ് ബാക്കിൽ എഴുന്നേറ്റ് കൈയടിക്കുന്നു. ഞങ്ങളെ ഇവിടെ പിടിച്ചിരുത്തുന്ന എന്തോ ഒരു മാജിക് ഇവിടെ ഉണ്ട്. +2 അവസാന വർഷ പരീക്ഷയിലെ അവസാന ദിവസത്തെ അവസാന മിനിറ്റും കഴിഞ്ഞ് മണിമുഴങ്ങി പേന താഴെ വെച്ച് അവിടെ നിന്നും പടിയിറങ്ങിയ മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ പഠിച്ച എൻ്റെ സ്കൂളുമായുള്ള ആത്മബന്ധത്തിനും മധുരിക്കുന്ന ഓർമ്മകൾക്കും ഒരു കോട്ടവും വന്നിട്ടില്ല. കാരണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ആരും അവിടെ പഠിക്കുക മാത്രമായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. ഹരിയോം ടീച്ചർ. ഹരിയോം. ഇവിടെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ 2 കാര്യങ്ങളാണ് മെമ്മറിയിൽ വരുന്നത്. അതിലൊരെണ്ണം എൻ്റെ കണ്ണു പോകുന്നത് മേളിലോട്ടാണ്. ഇപ്പോൾ വന്നിരുന്നാലും നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് ഇതിനായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ സ്കൂളിൽ വരുന്നത് തന്നെ ഇതുപോലെ ഇങ്ങനെ ട്രോഫികൾ ഇവിടെ കാണാനും പറ്റിയാൽ കുറച്ചൊക്കെ കൊണ്ടുവരിക എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് സത്യം പറഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ എൻ്റെ സ്കൂളിലോട്ട് വരാനുള്ള എക്സൈറ്റ്മെന്റ് എന്നെ കൂട്ടിയിരുന്ന ഈ പറയുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഞാനും ഇപ്പൊ ഓർക്കുന്നു, അനന്തു 6ാം ക്ലാസ്സിലാണ് അനന്തു ഇവിടെ നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ട് വരുന്നത്. ശരിക്കും എന്താ പറയുന്നത്, ഇന്നത്തെ ഈ ഒരു മുഖം തന്നെയാണ് അനന്തുവിന് അന്നും. വലിയ മാറ്റങ്ങളൊന്നും എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. എന്നാലും പക്ഷേ എന്തൊക്കെയോ ഉള്ളിൽ, അതായത് എപ്പോഴും അനന്തു ഭയങ്കര സൈലന്റ് ആണ്. അനന്തു അങ്ങനെ അധികം ഒരുപാട് ചിരിച്ചും കളിച്ചൊന്നും കൂട്ടുകാരോടൊപ്പം അവരോടൊപ്പം കൂടുമ്പോൾ വേറൊരാളായി മാറും. എന്നാലും പക്ഷെ എപ്പോഴും ഉള്ളിൽ എന്തോ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ഇതുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഹാപ്പിയാണ് എപ്പോഴും ആള്. എപ്പോഴും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ടീച്ചർ മെന്റലിസം പഠിച്ച പഠിക്കുന്ന സമയത്തും അനന്തു എന്താ പറയണ, ഭയങ്കര മുന്നിലല്ല അല്ലെങ്കിൽ ബ്രില്യൻ്റ് അല്ല, പക്ഷെ എന്നാലും എല്ലാത്തിനും എല്ലാ സബ്ജക്റ്റിനും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ആ ഒരു രീതിയിൽ അനന്തു എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എന്നാലും പലപ്പോഴും ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും അത് എന്താ പറയുന്നത്, ചിലപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പലതും അറിയാൻ കഴിയാതെ ചിലപ്പോഴും ഇതുപോലെയൊക്കെ ദേഷ്യപ്പെടേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, എന്താണെന്തോ ക്ലാസ്സിൽ വരാഞ്ഞത്, ക്ലാസ് നഷ്ടപ്പെടുമല്ലോ, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷെ അപ്പോഴൊക്കെയും ഇല്ല ടീച്ചർ, ഞാനത് മാനേജ് ചെയ്തോളാം എന്ന് പറയും. അങ്ങനെയുള്ള ചില എന്താ പറയുന്ന കുസൃതിത്തരങ്ങളും ഒക്കെ കൂട്ടിച്ചേർന്ന് നമ്മളിങ്ങനെ ഒന്നിച്ച് ഒരു യാത്ര മുന്നേറിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും പലപ്പോഴും അനന്തുവിനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത്. പിന്നെയാണ് അനന്തു മാജിക്കിലോട്ട് വരുന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ കേട്ടു, എന്താണ് മുതുകാട് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് അനന്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ അറിഞ്ഞ് അപ്പം അനന്തുവിൽ ഒരു മജീഷ്യൻ ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് പിന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നമ്മുടെ സ്കൂളിൽ തന്നെ പലതവണയും അനന്തു അത് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കടന്നുപോയ നാളുകൾ ഞാനിങ്ങനെ ആലോചിക്കും പലപ്പോഴും. ശരിക്കും എനിക്കൊരു ഹോം ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് രാജ്യങ്ങളിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും മനസ്സിൽ നമ്മൾ ഇവിടെ എൻ്റെ സ്കൂളിൽ, ഞാൻ പഠിച്ച സ്കൂളിൽ അസംബ്ലി ഗ്രൗണ്ടിലും നമ്മൾ ആനുവൽ ഡേക്കൊക്കെ പെർഫോം ചെയ്ത് അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി എൻ്റെ കൈ തെളിഞ്ഞതും അല്ലെങ്കിൽ അത്രയും പരിശീലനം കിട്ടിയതെല്ലാം നമ്മൾ ഇവിടെ ചെയ്തിട്ടാണ്. അപ്പൊ അതൊരു വലിയ ബ്ലെസ്സിംഗ് ആണ്. ഇവിടെ കൂട്ടുകാരായാലും ടീച്ചർമാരായാലും എല്ലാവരും കൂടെ നിന്നിട്ടുണ്ട്. കൂടെ നിന്നതെന്ന് പറഞ്ഞാൽ ആദർശ്, അഭിഷേക്, അവരൊക്കെ ശരിക്കും എപ്പോഴും അനന്തിന്റെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ പോണെങ്കിൽ അവരാണ് കൂടെ വരുന്നത്. അപ്പോഴും ഞാൻ അവരെ വഴക്ക് പറയും, നിങ്ങൾ എന്തിനാണ് ക്ലാസ് കടന്ന് പോകണമെന്ന്. നമ്മളുടെ ഉള്ളിൽ എന്താണ്, എപ്പോഴും ക്ലാസ് പഠിക്കണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ അത് കാരണം എന്നാൽ പിന്നെ കുറച്ച് വൈകിയാണെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണെങ്കിലും അത് നമ്മളുടെ ഒരു സർവൈവലാണ്. അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ എനിക്കത് പിടിച്ചു നിൽക്കണം, അതായിരുന്നു അനന്തുവിന്റെ ലക്ഷ്യം എന്നുള്ളത് പിൽക്കാലങ്ങളിലാണ് നമുക്ക് മനസ്സിലായത്. തീർത്തും ശരിക്കും അപ്പോഴും ഞങ്ങൾ എന്താ പറയുന്ന ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരുപാട് നമ്മുടെ സ്കൂളിൽ നമ്മുടെ ഒരു കുട്ടി തന്നെ ഈ ഒരു ഫീൽഡിൽ ആദ്യം വന്നു എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ പല സ്റ്റേജിൽ പെർഫോം ചെയ്ത് എന്താ പറയുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് തഴക്കമൊക്കെ വന്നപ്പോൾ വലിയൊരു മജീഷ്യനായിട്ട് മാറി.
അങ്ങനെയൊക്കെ എന്താ പറയുന്ന നമുക്ക് നമ്മുടെ കുട്ടികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇങ്ങനെയുള്ള പല പല ഓർമ്മകൾ വരും. പക്ഷേ എനിക്കത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന നിമിഷങ്ങളാണ് തീർച്ചയായിട്ടും. അതൊരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും അനന്തു ഓരോടത്ത് ഈ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത്, ഞങ്ങളുടെ അക്കാഡമിക് കോർഡിനേറ്റർ ശോഭ ടീച്ചർ പിന്നെ ഡ്രൈവ് ചെയ്ത് വന്നപ്പം ആകാശവാണിയിൽ ടീച്ചർ കാറിൽ അത് കേട്ടോണ്ട് വരുമായിരുന്നു. അപ്പം അനന്തു പഠിച്ച സ്കൂളിനെ കുറിച്ചും ഞങ്ങളെ കുറിച്ചും ഒക്കെ അതിനകത്ത് പറഞ്ഞു കേട്ടിട്ട് ടീച്ചറിന് ഭയങ്കര സന്തോഷം തോന്നി. ടീച്ചർ വിളിച്ചായിരുന്നു അത് ഉടൻ തന്നെ ടീച്ചർ എന്നെ വിളിച്ചിട്ട്, ടീച്ചർ നിങ്ങളുടെ അനന്തു ഇല്ലേ ടീച്ചർ, അനന്തു ഒരുപാടൊക്കെ ടീച്ചറിനെ കുറിച്ചും സ്കൂളിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കത് കേട്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി ടീച്ചർ. കാരണം നമ്മുടെ കുട്ടികൾ അത്രത്തോളം നമ്മുടെ സ്കൂളിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ടീച്ചർ ചിന്തിച്ചത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാല്യൂ നമ്മളുടെ കുട്ടികളിൽ അല്ലെങ്കിൽ എത്തുന്നു എന്നുള്ളതാണ് ടീച്ചർ അതുകൊണ്ട് മനസ്സിലാക്കിയത്. ടീച്ചറിന് ഭയങ്കര സന്തോഷം. അന്നേരം എന്നോട് ടീച്ചർ അത് പറയുകയും ചെയ്തു. അപ്പം ഞാൻ ടീച്ചറിന് കൊടുത്ത പ്രോമിസ്, ടീച്ചർ ഇതെനിക്ക് അനന്തു അയച്ചു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ടീച്ചറിന് ഞാനത് തരാം. അങ്ങനെയാണ് ഞാൻ അനന്തുവിനോട് അതിൻ്റെ ഒരു ലിങ്ക് ചോദിച്ചതും അനന്തു എനിക്ക് അയച്ചു തന്നത്. അപ്പം അതൊക്കെ ഇല്ല. കാരണം പിന്നെ പലയിടത്തും പല പ്രോഗ്രാംസ് അനന്തു ചെയ്യുമ്പോൾ അത് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് മറ്റുള്ളവരിൽ നിന്നും അതൊക്കെ ഭയങ്കര. ലാസ്റ്റ് ടൈം ഇപ്പൊ ഞങ്ങള് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് വലിയൊരു ഇവന്റ് നടത്തിയപ്പോൾ അത് ഒരു 5 വർഷത്തെ സ്വപ്നമായിരുന്നു, സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന ഷോ. അപ്പൊ ആ ഷോ ഡയറക്ട് ചെയ്ത് അതിന്റെ ഒരു ഇനിഷ്യൽ സ്ക്രിപ്റ്റിംഗ് മുതല് ഒരു 2020 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. 2025 മെയ് 25 നമ്മൾ ഇവിടെ പെർഫോം ചെയ്തു. അപ്പൊ അന്നേരം ആ വീഡിയോ ക്ലിപ്സോ അതിന്റെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്റെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചർമാരും എന്റെ കൂട്ടുകാരുമാണ് എന്റെ കൂടെ ചുറ്റിനും ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഒരു ഭയങ്കര ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ആ എൻട്രൻസിൽ കയറി വരുമ്പോൾ രജിസ്ട്രേഷൻ മുതല് ഓരോ കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന എല്ലാം നമ്മുടെ പഴയ കുട്ടികളാണ്. തീർച്ചയായിട്ടും ടീച്ചർ അനിത ഉണ്ടായിരുന്നു, അതുപോലെ മറ്റു കുട്ടികളും കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ഡെപ്താണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അനന്തു നമ്മുടെ ഒരു ഫ്രണ്ട് മാത്രമല്ല, കാരണം പലപ്പോഴും കുട്ടികൾ പഠിച്ച് അവര് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർ പല തലങ്ങളിലോട്ട് മാറിപ്പോകാറുണ്ട്. പക്ഷെ അവിടെ അങ്ങനല്ല നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒത്തൊരുമയോടുകൂടി എല്ലാവരും അനന്തുവിന്റെ പിന്നില്, കാരണം നമ്മുടെ അനന്തുവിന്റെ പ്രോഗ്രാം അതും ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് നടത്തുന്നു. നമ്മുടെയൊക്കെ ഒരു സപ്പോർട്ട് അനന്തുവിന് വേണം. അല്ല, അതിനുവേണ്ടി ഒരുപാട് കുട്ടികൾ മറ്റുള്ളവരെ ക്യാൻവാസ് ചെയ്യാനും ഒക്കെ ഒരു 1 മന്തോളം അവർ അതിന്റെ പിന്നിലായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ടാണ് അവരവിടെ വന്നത്. അതാണ് നമ്മൾ അതിന്റെ മുമ്പിൽ നമ്മൾ നമിക്കാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളമാണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് പുറത്തു നിന്ന് കാണുന്ന ആൾക്കാര് അത്ഭുതത്തോടെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഒരു കോളേജിൽ പഠിച്ചവരാണെങ്കിൽ പിന്നെ കോളേജിൽ പഠിച്ചവരുണ്ടായിരുന്നു, പക്ഷെ എന്നാലും സ്കൂളിലെ കുട്ടികളുമായിട്ട് എങ്ങനെയാണ് ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ബോണ്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് എങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. എന്റെ സെയിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ എന്നെ അത്ഭുതത്തോടെ ചോദിച്ച ഒരു കാര്യമാണ്. നമ്മളൊക്കെ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാരെ പേ ചെയ്തൊക്കെ കൊണ്ടുവരാൻ തന്നെ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പൊ അനന്തുവിൻ്റെ കൂടെ വലിയൊരു ടീം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ബിൽഡ് ചെയ്ത് അതാണ് അതാണ് ചിന്മയ വിദ്യാലയ എന്ന സ്കൂളിന്റെ പ്രത്യേകത എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാനും വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ശരിക്കും കുഞ്ഞു ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികളും ഒരു തലം വരെ അവർ ഒന്നിച്ച് നിൽക്കും. അത് കഴിഞ്ഞാലും അവരുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് കാണുന്നത്. ഈവൻ നമ്മളുടെ 11th-ലും 12th-ലും വന്ന്, അതായത് 11th-ൽ വന്ന് ചേരുന്ന കുട്ടികളും അവരവരുടെ മുൻപ് പഠിച്ച സ്കൂളിനേക്കാൾ ഏറെ നമ്മുടെ സ്കൂളിനെ സ്നേഹിക്കുന്നു. അത് പലരുടെയും വാക്കുകളിൽ നിന്നാണ് നമുക്കത് മനസ്സിലായിട്ടുള്ളത്. കാരണം ടീച്ചർ എന്തോ ഒരു എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് അത്രത്തോളം അവരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ എല്ലാ അധ്യാപകരും കുട്ടികളെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരോട് ഒപ്പം നിർത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇവിടെ ഉള്ള ഫ്രീഡം കിട്ടാറില്ല ടീച്ചർ എന്ന് കുട്ടികൾ പറയാറുണ്ട്. പക്ഷെ ആ ഫ്രീഡം എന്ന് പറയുന്നത് ആ ഒരു ലിമിറ്റ് ഉണ്ട്, പക്ഷെ അത് വിട്ട് നോട്ട് ബിയോണ്ട് ദി ലിമിറ്റ്, എന്നാൽ ആ ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ടായാലും ആ ഒരു സ്നേഹബന്ധം ഉണ്ട് എന്നുള്ളത് തെളിവാണ് അന്ന് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞ. ദക്ഷയ്ക്കൊക്കെ വരുന്ന സമയത്ത്, കഴിഞ്ഞ ദക്ഷയ്ക്ക് ഞാൻ വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഏറ്റവും വന്നൊരു ഡയലോഗ്, ആ സമയത്ത് മൊമെന്റിൽ വന്നതാണ്, എന്തോ ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീച്ചേഴ്സിനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എഴുന്നേറ്റ് ഞാനൊക്കെ ബാക്കിൽ കൈയടിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ ദേവദൂതനിലൊക്കെ പറയുന്ന പോലെ ഞങ്ങളെ ഇവിടെ പിടിച്ചിരുത്തുന്ന എന്തോ ഒരു മാജിക് ഇവിടെ ഉണ്ട്. ആ ഒരു മാജിക് ലൈഫ് ലോങ് ഉണ്ടാവുന്ന ഒരു മാജിക് ആണത്.
അപ്പോൾ അത് തന്നെയാണ് അനിത ടീച്ചർ എന്നെ ഒരു കോൾ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ വന്ന്. അനിത ടീച്ചറിന് ഭയങ്കര ഇതായിരുന്നു. ടീച്ചർ നമ്മുടെ അനന്തുവിനെ വിളിക്കണം, അനന്തു വരണം, വന്നാലേ ഇത് കുറച്ചുകൂടെ നമുക്ക് എന്താ പറയണേ, നമുക്കത് അനന്തുവിനെ തന്നെ കിട്ടുമെങ്കിൽ ഞാൻ അനന്തുവിനെ തന്നെ വിളിക്കാം. തീർച്ചയായിട്ടും അനന്ത വിളിക്കും. അതുപോലെ ദക്ഷയ്ക്ക് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്ന സമയത്തും കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇങ്ങനെ അവരൊക്കെ കേട്ടിട്ടുള്ളേ ഉള്ളൂ മെന്റലിസ്റ്റ് അനന്തു എന്ന് പറഞ്ഞു. അപ്പം ആ ചേട്ടൻ ഇവിടെ വരുമ്പോഴുള്ള ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് അവര് കുട്ടികളെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. അതിനേക്കാളേറെ അത് അനന്തു ആസ് എ ഗസ്റ്റ് അന്ന് ദക്ഷയ്ക്ക് വന്നപ്പോഴാണ് ശരിക്കും ആ ഒരു സ്റ്റേജ് ആ ഒരു ഓഡിയൻസിനെ കംപ്ലീറ്റ് അനന്തു കയ്യിലെടുത്തു എന്നുള്ളത്. കാരണം ഞങ്ങളുടെ ഡയറക്ടർ സുരേഷ് മോഹൻ സാറും ജ്യോതി മാഡവും ശോഭ ടീച്ചറും ഇവരൊക്കെ ഉണ്ടായിരുന്നു അന്ന് എല്ലാവരും. പക്ഷെ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ടീച്ചർ അതൊരു വല്ലാത്തൊരു നിമിഷമായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം അനന്തുവിൻ്റെ ആ ഒരു പെർഫോമൻസും അവിടെ എല്ലാവരോടും മനസ്സിലായില്ല, ഓഡിയൻസിനോടൊക്കെ ഉള്ള അതൊക്കെ നമ്മളുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന കുറേ നല്ല ഓർമ്മകളാണ്. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഭയങ്കരമായിട്ട് എടുത്തു വരാനുള്ള അച്ചീവ്മെന്റ് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രസംഗം അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റോറി ടെല്ലിംഗ്, ഇതൊക്കെ എനിക്ക് കുട്ടിക്കാലം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് എനിക്ക് എൻ്റെ സംസാരമൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ മികച്ചതാക്കാനൊക്കെ വലിയൊരു ഹെൽപ്പ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്റർ സ്കൂളിന് അയക്കുന്നത് ആരെയായിരുന്നു? അനന്തുവിനായിരുന്നല്ലോ, നമ്മുടെ കേരളീയത്തിന്. പോയാൽ അനന്ത് പോയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ അനന്ത് മുതലാണ് തുടങ്ങുന്നത്. പക്ഷെ അതിനുശേഷം നമുക്ക് അത്രയും ഒരു ഇത് കിട്ടിയിരുന്നില്ല. അനന്തു, നമ്മുടെ സിദ്ധാർത്ഥ, അവരൊക്കെയാണ് ആ ഒരു സമയത്ത് കേരളീയ എന്ന് പറഞ്ഞാൽ വഴുതക്കാട് ചിന്മയ വിദ്യാലയം കൊണ്ടുപോകുന്നുള്ളതായിരുന്നു എല്ലാവരുടെയും. അവിടെ നമ്മൾ ചെല്ലുമ്പോഴേ ഞാൻ ആക്ച്വലി അതിന്റെ ഫസ്റ്റ് റൗണ്ട് പോയപ്പോൾ തന്നെ എന്നോട് ചോദിക്കും, സൂര്യഗിരീഷ പാസ് ഔട്ട് ആയോ, സിദ്ധാർത്ഥ് പാസ് ഔട്ട് ആയോ, എന്നിട്ട് അടുത്ത വർഷം ചെയ്തപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു. അപ്പൊ അത് അവിടെ ചെന്നപ്പോ അങ്ങനെ ഒരു ഇത്രയും 6 ജിംനാസിന്റെ ഇടയിൽ നമ്മുടെ പേരിങ്ങനെ ആവാന്ന് വെച്ചാൽ അതൊരു വലിയ ഭാഗ്യം. തീർച്ചയായിട്ടും. കാരണം ഞാനും ഒരിക്കൽ അവിടെ ഇതുപോലെ വന്ന് ഞാൻ അനന്തുവിന്റെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. കാരണം അന്ന് എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രിൻസിപ്പൽ എന്തോ ഇല്ലാതിരുന്നപ്പോൾ എന്നെ അവിടെ വിളിച്ചു ടീച്ചർ. അങ്ങനെ ഞാൻ അവിടെ വന്നപ്പോൾ ആ സമയത്ത് അനന്തുവിന്റെ ആയിരുന്നു. ശരിക്കും നമ്മൾക്ക് ഞാനൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം വളരെ നല്ല രീതിയിൽ അനന്തു അവിടെ പെർഫോം ചെയ്തു. കാരണം ആ ഒരു വാക്ചാതുര്യം എന്ന് പറയുന്നില്ലേ, അത് ശരിക്കും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് ആ ഒരു പ്രോഗ്രാമിനാണ്. പ്രധാനമായിട്ടും 6 റൗണ്ട് ഉണ്ട്, മീൻസ് ക്വിസ് ഉണ്ട്, പിന്നെ മെയിൻലി ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് ഉണ്ട്. അതിൽ നമ്മൾ ഇംഗ്ലീഷ് കലരാതെ 1 മിനിറ്റ് നേരം സംസാരിക്കുക എന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അപ്പൊ ഞാനും സുകന്യായിരുന്നു ടീം. അതെ അങ്ങനെ. അപ്പൊ ക്വിസിലെല്ലാം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ടോപ്പായിട്ട് ലീഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇടയ്ക്കൊരു റൗണ്ടിൽ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഡൗൺ ആയ സമയത്താണ് ഈ 1 നിമിഷം കിട്ടുന്നത്. അപ്പോഴാണ് 1 നിമിഷത്തിലാണ് ഈ പണ്ട് എപ്പോഴോ പോളിഷ് ചെയ്ത് വെച്ചിരുന്ന സംസാരത്തിന്റെ ആ ഒരു സ്കില്ലൊക്കെ അവിടെ ഞങ്ങൾ എങ്ങനെ യൂസ് ചെയ്യും. അതെ തീർച്ചയായിട്ടും. ഇന്റർ സ്കൂൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് സ്റ്റേറ്റ് ബോർഡ് ആയതുകൊണ്ട് സൗത്ത് സബ് ഡിസ്ട്രിക്റ്റും സ്കൂൾ ലെവലിൽ നടത്തിയിട്ട് സൗത്ത് സബ് ഡിസ്ട്രിക്ട്, ഡിസ്ട്രിക്ട് ലെവല്, സ്റ്റേറ്റ് ലെവല്, അപ്പൊ അതിനൊക്കെയും അനന്തുവിന് സ്റ്റേറ്റിൽ പോവാൻ സാധിച്ചു. ശരിക്കും അതൊക്കെ അനന്തുവിന്റെ എന്താ പറയുന്നത് നല്ല ഒരു ഭയങ്കര ഒരു കഴിവ് തന്നെയാണത്. ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഒരു ലെറ്റർ, അതായത് സ്കൂളിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അത് എൻ്റെ ഒരു ലെറ്റർ ഉണ്ട് അനന്തു എഴുതി തന്നത്. അനന്ത ടീച്ചറാണ് എനിക്ക് തന്നത്. അത് ശരിക്കും അതിനകത്ത് പറയുന്ന ഓരോ വാക്കുകളും ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ സ്കൂളിനെ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ വാക്കുകളിലൂടെ അത് പ്രകടമാക്കാൻ പറ്റുള്ളൂ. അതിന് യാതൊരു സംശയമില്ല. കാരണം അത് ഞാൻ വായിക്കും, ഇതിന്റെ ഫയലിൽ ഞാൻ അത് വെച്ചിട്ടുണ്ട്. ശരിക്കും അല്ല അതിനുശേഷമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷമോ എന്തോ ആണ് അതിൻ്റെ മുമ്പിലത്തെ വർഷം എനിക്ക് അനന്ത ടീച്ചറെ കൊണ്ടുവന്നു, ടീച്ചർ അനന്ത് എഴുതിയതാണെന്നും പറഞ്ഞിട്ട് ഞാൻ ഇപ്പം നോക്കട്ടെ ഇപ്പം ഇത് അതിൽ ശരിക്കും അനന്ത് ഒരുപാട് കാര്യങ്ങൾ സ്കൂളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾക്ക് എന്താ പറയണ നമ്മളുടെ മനസ്സിൽ തരുന്ന വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ തന്നെയാണ്. എനിക്ക് സത്യം പറഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്കും അച്ഛനും അമ്മയായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ വരുന്നത്. കയറി വന്ന ഒരു ഓർമ്മയൊക്കെ ഇങ്ങനെ മനസ്സിൽ 2012 ഇങ്ങനെ വരുത്തി ഞാനും അച്ഛനും അമ്മയായിട്ട് വരുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് അഡ്മിഷനൊക്കെ എടുത്തിട്ട് യൂണിഫോമിന്റെ ക്ലോത്ത് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് തോന്നി ഓർമ്മകളെല്ലാം ഇങ്ങനെ എല്ലാം അന്ന് കണ്ട പോലെ ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ നമ്മുടെ സ്കൂളിൽ വന്നിട്ടുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ഉള്ള ആ ഒരു രീതിയിൽ ഇപ്പം പിന്നെ എന്താ പറയുന്നത് പുതിയ തലമുറ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരും. അത് ഇങ്ങനെ നടന്നു.
അല്ലെങ്കിൽ അത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 6ാം ക്ലാസ്സിൽ എന്നെ ആദ്യമായിട്ടൊരു മത്സരത്തിന് എടുത്തുകൊണ്ട് പോകുന്നത് രാഗി ടീച്ചറാണ്. രാഗി ടീച്ചർ എന്നെ ഒരു പുറത്തൊരു മത്സരത്തിന്, അന്ന് ആസ്വാദനക്കുറിപ്പ് മത്സരത്തിന് വേണ്ടിയിട്ട് മലയാളം ആസ്വാദനക്കുറിപ്പ് അങ്ങനെ കുറെ ബുക്സ് ഒക്കെ വായിച്ചിട്ട് അതിന്റെ ലേഖനം എഴുതി. അങ്ങനെ ഞങ്ങൾ കുറെ ഇരുന്ന് വായിച്ചു, അതിന്റെ ലേഖനം എല്ലാം എഴുതി ഒരു ഫയലാക്കി അന്ന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇവിടുന്ന് ഒരു തുടക്കം. പിന്നീട് അങ്ങോട്ട് ഹരിജ ടീച്ചർ സോഷ്യൽ സയൻസ് അതിന്റെ എലക്യൂഷൻ വന്നു. അങ്ങനെ ഇതില് തന്നെ കലോത്സവത്തിന് എലക്യൂഷൻ ഉണ്ടായിരുന്നു, ഇതിലും മറ്റതിലും ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ രണ്ടിലും പങ്കെടുത്തു. അപ്പൊ ആദ്യമൊക്കെ ഇങ്ങനെ ഫെയിലേഴ്സ് ആയിരുന്നു, തോറ്റ്. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു അന്നേരത്ത്. അപ്പൊ ഹരിജ ടീച്ചറിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ട് പറയും, ടീച്ചറെ തോറ്റു എല്ലോ എന്നിങ്ങനെ സങ്കടപ്പെട്ട് പറയും. അപ്പൊ ടീച്ചർ സാരമില്ല എന്ന് പറയും, കൂളാക്കി വിടും, അടുത്ത വർഷം പിടിക്കാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു 3-4 വർഷം അടുപ്പിച്ച് തോറ്റപ്പോഴത്തേക്കും എനിക്ക് ഉള്ളിൽ ഒരു ഫയർ വന്നു, ഇത് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു അങ്ങനെയാണ് ആ ഒരു ഫയറിന്റെ പുറത്താണ് +2 ആയ സമയത്ത് ഡിസ്ട്രിക്റ്റിൽ ഇവിടെ നിന്ന് ഫസ്റ്റ് കിട്ടി. അന്ന് കല ടീച്ചറായിരുന്നു കൂടെ വന്നത്. കല ടീച്ചറാണ് മിക്കവാറും യൂത്ത് ഫെസ്റ്റിവൽ ടൈമില് കല ടീച്ചർ ഡാൻസും മ്യൂസിക്കും അവരൊക്കെയാണല്ലോ എപ്പോഴും, കാരണം അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളാണല്ലോ അതിൽ വരുന്നത്. അപ്പൊ ടീച്ചേഴ്സാണ് നിങ്ങളുടെ കൂടെ വരുന്നത്. രാത്രി എന്താ പറഞ്ഞ വെളുക്കോളം ചിലപ്പോൾ ടീച്ചേഴ്സ് അവിടെ ഉണർന്നിരിക്കും, കാരണം നമ്മുടെ നമ്പർ എപ്പോഴാ വിളിക്കുകയെന്ന്. കാരണം അവിടെ പല സ്റ്റേജിൽ പല പരിപാടികൾ നടക്കുമ്പോൾ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം, വന്ന് എസ്കോർട്ടിംഗ് ടീച്ചർ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി അവരെല്ലാം ഉറക്കം അളച്ചിരുന്നിട്ടാണ് നിങ്ങൾ സ്റ്റേജിൽ കയറ്റാനായിട്ട്. കാരണം എനിക്ക് അതൊക്കെ നല്ല ഓരോ വർഷവും ഇവരെപ്പോഴും, അതായത് മ്യൂസിക് ടീച്ചർ, കല ടീച്ചറും ഡാൻസ് ടീച്ചർ, പത്മൻ ടീച്ചർ ഉണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം ഇപ്പൊ വന്ന ടീച്ചേഴ്സും ഒക്കെ അവരൊക്കെ ഇതിനോടൊപ്പം നിന്ന ആൾക്കാർ തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് ഓരോ തലത്തിലും നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ സ്റ്റേറ്റ് തലം കഴിയുമ്പോൾ ദിവസത്തെ പത്രത്തിൽ യൂണിറ്റ് പോയിട്ട് പിള്ളേർ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു രോമാഞ്ചം ഉണ്ട്. അതാണ് ആ ഒരു അഭിമാനം, അല്ലെങ്കിൽ ആ ഒരു അഭിമാന നിമിഷം എന്ന് പറയുന്നത് നമ്മൾ അന്ന് ക്ലാസ്സിൽ കൊണ്ട് ഒട്ടിക്കുമായിരുന്നു. അതായത് കുട്ടികളുടെ ക്ലാസ്സിൽ ആ ഫോട്ടോ കൊണ്ട് ഒട്ടിച്ച് ആ കുട്ടി സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അത് കിട്ടുന്ന ഒരു എന്തോ ഒരു മാജിക്കാണ് ആ ഒരു മൊമെന്റിൽ. എനിക്കത് കിട്ടി, ഞാൻ ഭയങ്കരമായിട്ട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കിട്ടുമ്പോൾ പിന്നെയും അത് വേണം എന്നുള്ളൊരു അതേ ആഗ്രഹമാണ് നമ്മൾ ഈ ഒരു മേഖലയിൽ തന്നെ സഹായിക്കുന്നത്. കുട്ടികളല്ലെങ്കിൽ ആരാണെങ്കിലും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനുണ്ടെങ്കിലാണ് നമുക്കത് വീണ്ടും ചെയ്യണം എന്നുള്ളൊരു ഓർമ്മ നമ്മളുടെ മനസ്സിൽ വരുന്നത്. മനസ്സിലായില്ലേ? പ്രചോദനം. റെസിഡൻസ് അസോസിയേഷനിലെ മത്സരത്തിന് സമ്മാനം കിട്ടിയാൽ പോലും അസംബ്ലിയിൽ നമ്മളെ കാണിച്ച് നമുക്ക് ആ സമ്മാനം തരാന്ന് പറയുന്നത് ഞാനിങ്ങനെ ഓരോ പുറത്തൊക്കെ മത്സരത്തിന് പോകുമ്പോഴത്തേക്കും എനിക്ക് ജയിക്കുന്നതിനെക്കാട്ടിലും എന്റെ മനസ്സിൽ സ്കൂൾ അസംബ്ലിയിൽ അനൗൺസ് ചെയ്യുമല്ലോ, അറ്റ്ലീസ്റ്റ് ഞാൻ പാർട്ടിസിപ്പന്റ് ആയിരുന്നു എന്നെങ്കിലും അനൗൺസ് ചെയ്യുമല്ലോ എന്ന് പറയുമ്പോൾ മൈക്കിലൂടെയെങ്കിലും നമ്മൾ അനൗൺസ് ചെയ്യും. ഇന്ന കോമ്പറ്റീഷനിൽ ആർക്കാണോ എന്താണോ കിട്ടുന്നത് അത് നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പൊ അതൊക്കെ കുട്ടികളിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രചോദനമാണ് അവർക്ക്. അല്ല, അതൊക്കെയാണ് സത്യം പറഞ്ഞിരിക്കുന്ന ട്രോഫികളുടെ എല്ലാം പിന്നെ. തീർച്ചയായിട്ടും ഓരോ വർഷവും സയൻസ് ഫെയർ ആയാലും യൂത്ത് ഫെസ്റ്റിവൽ ആയാലും ഓരോ എല്ലാ കലാകായിക മത്സരങ്ങൾക്കും കുട്ടികൾ പോവുക, പങ്കെടുക്കുക, അവർ നേടി വരുന്ന പ്രൈസസും അല്ലെങ്കിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ, അത് തന്നെയാണ് ഒരു സ്കൂളിന്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്. അത് അതൊക്കെ ഇനി എത്രയൊക്കെ നമ്മൾ മറ്റു കാര്യങ്ങളോട് ചിന്തിച്ചാലും ഇതൊക്കെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. എനിക്ക് ക്ലാസ് റൂമിൽ രസകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. അത് സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ളവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഭയങ്കര കണക്ട് ചെയ്ത് പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ ടീച്ചറിൻ്റെ അടുത്ത് പറയാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, എങ്കിലും ഞാൻ ആ ഒരു കഥ പറയാം. അതായത് ഞങ്ങൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ സയൻസിന്റെ ക്ലാസ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഏതോ ഒരു പീരീഡിന് രാജേശ്വരി ടീച്ചറുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞ് ടീച്ചർ പോവാണ്. എന്നിട്ട് ടീച്ചർ ഒരു 10 മിനിറ്റ് മുമ്പ് എന്തോ നേരത്തെ ഇറങ്ങി. അപ്പോൾ 10 മിനിറ്റ് ഞങ്ങൾക്ക് ഫ്രീയാണ്. ഈ 10 മിനിറ്റ് എല്ലാവരും ബഹളമായിരുന്നു, ഭയങ്കര നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു റോക്കറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഞാനും ഹരിയും ആദർശം എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിങ്ങനെ എറിഞ്ഞ് ഒരു പോയിന്റ് ആക്കിയപ്പോഴത്തേക്കും നോക്കിയപ്പോൾ പെട്ടെന്ന് ആശ ടീച്ചർ അവിടെ വന്ന് നിൽക്കുന്നു, അവിടെ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും റോക്കറ്റ് താഴെ ലാൻഡായി. ഇതാരാണ് എറിഞ്ഞതെന്ന് ഒരു പിടിയില്ല, ആർക്കും ഒരു പിടിയില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബഹളം ആയിക്കോട്ടെ, എന്ത് പ്രശ്നം ആയിക്കോട്ടെ, ക്ലാസ് മൊത്തം ഭയങ്കര അലമ്പ്, എന്ത് പ്രശ്നമായി. പക്ഷെ ആശ ടീച്ചർ ദൂരെ ഇങ്ങനെ കണ്ടിട്ടിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പിൻ ഡ്രോപ്പ് സൈലന്റ് ആവും. ടീച്ചർ ഒന്നും പറയുകയൊന്നും വേണ്ട, ടീച്ചർ സംസാരിക്കുകയും വേണ്ട, ഒരു ഡെസ്കിൽ ഒരു അടി പോലും കൊടുക്കുന്നുണ്ട്. ടീച്ചർ ചുമ്മാ എന്നൊരു നോട്ടം നോക്കിയാൽ മതി. ആ നോട്ടം ആദ്യം കാണുന്ന ആള് പെട്ടെന്ന് ഇങ്ങനെ കയ്യിൽ ഞങ്ങൾക്ക് ഒരു സിഗ്നൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആശ ടീച്ചർ വന്നു, അതാണ് സിഗ്നൽ.
അപ്പൊ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ലാസ്റ്റ് എറിഞ്ഞ ഞാനും ആവശ്യമൊക്കെയാണ്, സാധനം ഇങ്ങനെ ലാൻഡ് ചെയ്തത് ഇങ്ങനെ കിടക്കുന്നു. അപ്പോഴത്തേക്കും ടീച്ചർ വന്നിട്ട് ഇതാരാണ് എറിഞ്ഞത്, എന്നിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിർത്തി ചോദ്യമൊക്കെ ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് എന്തോ ഭാഗ്യത്തിന് ടീച്ചറിനെ പെട്ടെന്ന് ഇവിടെ നിന്നൊരു കോള് വന്ന് ടീച്ചർ പോയി. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ അന്ന് ഓക്കെ ഞങ്ങൾ ഇവിടെ വന്ന് നിന്ന് അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. എന്താണ് വഴക്ക്, എന്ത് ആരാണ് ഇത് കാണിച്ചത്, അത് തെളിയിക്കുന്നത്. അതെ അതെ, അതൊരു മറ്റേ ഇൻട്രോഗേഷൻ പോലെയാണ് പരിപാടി. ഓരോ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് പിന്നെ ടീച്ചറിന്റെ സ്ഥിരം നോട്ടപ്പുള്ളികൾ ചില ആൾക്കാരുണ്ട്. അതിലൊരാളായിരുന്നു ഞാൻ, ആദർശൊക്കെ. അപ്പം ആദ്യം ഞങ്ങളെയൊക്കെ നോക്കും. എന്നെ ഒരു 3-4 പേര് കഴിഞ്ഞിട്ടായിരിക്കും എന്നെ നോക്കുന്നത്. മെയിൻ വില്ലന്മാര് കുറച്ച് നമ്മൾ പിള്ളേരുണ്ട്, ഇവന്മാര് കഴിഞ്ഞിട്ട് നേരെ എന്നെ നോക്കും. അപ്പൊ ഞാനിങ്ങനെ ഒന്നും അറിയാത്തവര് ഇങ്ങനെ ടീച്ചറൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. പിന്നെ ഞാൻ ടീച്ചറിനെ കാണുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും സൈലന്റ് ആവാൻ നോക്കും, പക്ഷെ ഞാൻ പെട്ടെന്ന് എന്റെ ഷർട്ടിലായിരിക്കും പിടിക്കുന്നത്, ഞാൻ ഇൻഷേർട്ട് ചെയ്യത്തില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇതിങ്ങനെ എടുത്ത് മറക്കി. പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ശരിക്കും ഞാൻ അനന്തുവിനെ പൊക്കുന്നതെന്ന് പറയുന്നത് ഷർട്ട് ഇൻസേർട്ട് ചെയ്യാത്തവരാണ്. ഞാൻ വരുമ്പോ ഉടനെ ഇങ്ങനെ അങ്ങോട്ട് മടക്കാൻ തുടങ്ങി. അനന്തൂന്നൊരു വിളിവിളിക്കും. അത് ആ ഒരു കാര്യത്തിലാണ് എനിക്ക് അനന്തുവിനെ ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയിട്ടുള്ളത്. അതെന്തോ ഒരു എന്താ പറയുന്ന അനന്തുവിന് അതിനൊരു ഡിസ്കംഫർട്ടോ എന്തോ സംതിങ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് ശരിക്കും നല്ല ഓർമ്മയുള്ള ഒരു കാര്യം, ഒരിക്കലും മറക്കൂല. അപ്പൊ ടീച്ചർ ഞാനിങ്ങനെ എല്ലാവരും അസംബ്ലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാനിങ്ങനെ പിള്ളേർ പോകുമ്പോഴത്തേക്കും വലിയ ഹൈറ്റും വണ്ണവും ഒക്കെ ഉള്ള പിള്ളേരുടെ ഇടയിൽ ഇങ്ങനെ മറഞ്ഞൊക്കെ ഇങ്ങനെ പോകും ടീച്ചറെ കാണാതെ. അപ്പോഴെന്നാലും ടീച്ചർ ഇടയ്ക്ക് ശ്രദ്ധിക്കും. ടീച്ചർ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ പെട്ടെന്ന് അങ്ങ് സ്കിപ്പായി അങ്ങ് പോകും. എന്നിട്ടും ഞാനിങ്ങനെ കയറി വരുന്ന സമയത്ത്, അതുപോലെ ലഞ്ച് ടൈമിൽ നമ്മൾ താഴെ നിന്ന് കൈ കഴിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ആദ്യം 2-3 വരെ വിടും. ആശ ടീച്ചറോട് ഉണ്ടെന്ന് പിന്നെ ഇൻഷേർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇവന്മാർ എനിക്ക് സിഗ്നൽ ജനലിൽ കൂടെ നോക്കും. എവിടെയെങ്കിലും കാണുന്നത് ഈ 3-4 ജനലിന്റെ വാതിലിന്റെ ഇടയിൽ ചില കുട്ടികൾ അത് പറയും, ജയിലിൽ നിന്ന് അറിയല്ലേ നോക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ പറയും. അതൊക്കെ നല്ല ശരിക്കും അതൊക്കെ ഓർത്ത് ചിരിക്കാനുള്ള കുറെ നിമിഷങ്ങളാണ് ശരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിനെ കുറിച്ച്, അതായത് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയാനുള്ളതെന്ന് അനന്തുവിന്റെ വാക്കുകളിലൂടെ അനന്തു ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാനിത് ആദ്യം അനന്ത ടീച്ചറാണ് എൻ്റെ കയ്യിൽ കൊണ്ട് തരുന്നത്. ഞാൻ ആദ്യം വായിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇതിന്റെ ഫയലില് 2 വർഷം മുന്നേ എനിക്ക് കിട്ടിയതാണെങ്കിൽ പോലും ഞാൻ അത് ഫയലിൽ എപ്പോഴും ഓരോ വർഷം കഴിയുമ്പോൾ ഇത് കളയത്തില്ല, അടിയിലോട്ട് എടുത്ത് വെക്കും. ഞാൻ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കും ഇടയ്ക്കിടയ്ക്ക്. എനിക്കത് എന്തോ അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു ഇതിവിടെ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് അത് നോക്കൂ എന്തോ ഒന്ന് വായിക്കട്ടെ. ഇത് സത്യം പറഞ്ഞ ഇതെനിക്ക് എന്നാ എഴുതിയെന്ന് പോലും ഓർമ്മയില്ല. അനിത ടീച്ചർ എന്തോ ചോദിച്ചപ്പോഴാന്ന് തോന്നുന്നു. ഞാൻ എന്റെ ഒരു രീതിയിലൊന്ന് വായിച്ചു നോക്കാം. ആ ഒരു പിന്നെന്താ, ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും ജീവിച്ചിരുന്നു എന്ന് തോന്നിപ്പോകുന്നത് സ്കൂൾ കലാലയ ജീവിതത്തിലാണ്. തിരുവനന്തപുരം വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലാണ് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ചത്, അല്ല ജീവിച്ചത്. പണ്ട് മുതലേ വിദ്യാലയ ജീവിതത്തിലെ ഗൃഹാതുരത്വം നിറഞ്ഞ അന്തരീക്ഷത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അക്കാഡമിക്സിനപ്പുറത്തേക്ക് എൻ്റെ സ്കൂളിൽ എൻ്റേതായ ഒരുപാട് നല്ല നിമിഷങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത് ചേർന്ന് 2 വർഷം പഠനത്തിൽ നന്നായി ശ്രദ്ധിച്ചു. പിന്നീട് അങ്ങോട്ട് പതിയെ ശ്രദ്ധ മുഴുവൻ കലയിലേക്കായി. മികച്ച ക്ലാസ്സുകൾ ലഭിച്ചിരുന്ന പോലെ തന്നെ ഇവിടെ ലഭിച്ചിരുന്ന മറ്റൊന്നാണ് കലാപരമായ പ്രോത്സാഹനങ്ങൾ. എന്നെ ഞാനാക്കിയതിൽ എൻ്റെ വിദ്യാലയത്തിനും അധ്യാപകർക്കും കൂട്ടുകാർക്കും വലിയ പങ്കുണ്ട്. നമ്മൾ വീഴുന്നത് തെറ്റല്ല, മറിച്ച് വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിരുന്നപ്പോഴും ആ വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കാൻ പ്രചോദനമായ ഒരുപാട് നിമിഷങ്ങൾ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സ്കൂൾ കാലഘട്ടം ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ചെറിയ ഉഴപ്പനായിട്ട് മാറുകയും സ്കൂളിൽ പോകാതെ പുറത്ത് മാജിക് ഷോ ചെയ്യാൻ പോയിരുന്നതും, തുടർന്ന് ടീച്ചർമാരുടെ മധുരമുള്ള ശകാരങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തന്നിരുന്ന എക്സ്ട്രാ ക്ലാസ്സുകളും എല്ലാം എല്ലാ കാലവും മനസ്സിലുണ്ടാകും. മാജിക്കും മെൻ്റലിസവും പോലെ തന്നെ ഉള്ളിലുണ്ടായിരുന്ന മറ്റൊരു ഭ്രാന്താണ് പ്രസംഗം. തുടർച്ചയായി കലോത്സവ വേദികളിൽ മത്സരിക്കുകയും 8 നിലയിൽ പൊട്ടി തിരിച്ചു വരുന്നതും എനിക്ക് പുത്തരിയായിരുന്നില്ല. പക്ഷേ സ്കൂൾ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും സ്കൂൾ ജില്ലാതല മത്സരങ്ങൾ പിന്നിട്ട് സ്റ്റേറ്റ് ലെവൽ കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് നേടിത്തരാൻ ഈ പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കുമെന്ന് പൗലോ കൊയ്ലോയുടെ തിയറിയെ തൊഴുതുപോയ ദിവസമായിരുന്നു 2018 ഒരു ജില്ലാതല കലോത്സവത്തിലെ HSS വിഭാഗം മലയാളം പ്രസംഗ മത്സരത്തിലെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായത്.
ഏറെക്കാലത്തെ കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ശേഷം സ്റ്റേറ്റ് തലത്തിലേക്ക് സെലക്ഷൻ കിട്ടിയ ദിവസം ഒപ്പമുണ്ടായിരുന്ന ടീച്ചർമാരുടെയും കൂട്ടുകാരുടെയും കയ്യടികളും ആഹ്ലാദവും എല്ലാം സ്കൂൾ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവമാണ്. ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവിലൊന്നായിരുന്നു മജീഷ്യൻ അനന്തുവിൽ നിന്നും മെന്റലിസ്റ്റ് അനന്തുവിലേക്കുള്ള ദൂരം. അതുവരെ മാജിക് ഷോകൾ മാത്രം ചെയ്തിരുന്ന ഞാൻ പതിയെ പതിയെ മാജിക്കിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനായ മെന്റലിസത്തിലേക്ക് ചുവടുവെച്ച് തുടങ്ങി. ചെറുപ്പം മുതലേ പരിശീലിച്ചിരുന്നുവെങ്കിലും ആധികാരികമായി ചെയ്തു തുടങ്ങിയത് ഹൈസ്കൂൾ കാലഘട്ടങ്ങളിലാണ്. ഹൈസ്കൂൾ പഠനകാലത്ത് മുൻ വർഷങ്ങളിലെ ഉയർന്ന മാർക്ക് അടിസ്ഥാനത്തിൽ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം സ്കോളർഷിപ്പ് നൽകുകയും അവിടെ തുടർന്ന് പഠിക്കാൻ സ്കൂൾ അധികൃതർ അവസരം നൽകുകയും ചെയ്തിരുന്നു. വീട്ടിലുള്ള ഒരംഗത്തെ പോലെ തന്നെ അടുപ്പം തോന്നിയിരുന്നവരായിരുന്നു അധ്യാപികമാരും പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും മറ്റ് ജീവനക്കാരും. അതുപോലെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഇവിടെ നിന്ന് ലഭിച്ച സുഹൃത്തുക്കൾ. എൻ്റെ വീഴ്ചയിലും താഴ്ചയിലും താങ്ങായി നിൽക്കുകയും ജീവിതത്തിലെ പല വീഴ്ചകളിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ എക്കാലവും കൂടെയുള്ള സുഹൃത്തുക്കളെ ലഭിച്ചു എന്നത് ഒരുപാട് സന്തോഷവും അഭിമാനവും തരുന്ന കാര്യമാണ്. +2 അവസാന വർഷ പരീക്ഷയിലെ അവസാന ദിവസത്തെ അവസാന മിനിറ്റും കഴിഞ്ഞ് മണിമുഴങ്ങി പേന താഴെ വെച്ച് അവിടെ നിന്നും പടിയിറങ്ങിയ മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ പഠിച്ച എൻ്റെ സ്കൂളുമായുള്ള ആത്മബന്ധത്തിനും മധുരിക്കുന്ന ഓർമ്മകൾക്കും ഒരു കോട്ടവും വന്നിട്ടില്ല. കാരണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ആരും അവിടെ പഠിക്കുക മാത്രമായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. എനിക്ക് ഇത് പറയുമ്പോഴേ 2 കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. വേറൊന്നുമില്ല, 6ാം ക്ലാസ്സിൽ ചേർന്നു, 2 വർഷം നന്നായി പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷമാണ് മാജിക്കിലോട്ട് വരുന്നത്. പക്ഷെ ഉഴപ്പിയെങ്കിലും അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം ഞങ്ങൾക്കത് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. കാരണം അന്ന് അത്രത്തോളം നമുക്ക് അറിയില്ലായിരുന്നെങ്കിലും പിന്നെ അനന്തു ലാസ്റ്റ് അവസാനം പറഞ്ഞു സ്കോളർഷിപ്പ്, അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു ചെറിയ ഇതിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സ്കോളർഷിപ്പ്. പക്ഷെ അതിനു വേണ്ടിയാണ് അനന്തു മറ്റൊരു ഫീൽഡ് അല്ലെങ്കിൽ മാജിക്കിലോട്ട് വന്നതെന്നുള്ളത് അത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം ശരിക്കും എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം, മറ്റാരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു തീരുമാനമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എന്താണ്, ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു ദൃഢനിശ്ചയത്തെയാണത് കാണിച്ചത്. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ നോക്കുമ്പോഴത്തേക്കും സ്കൂളിൽ, നമ്മുടെ സ്കൂളിൽ എല്ലാവരും 100% വിജയം അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ കാരണം ഒരിക്കലും സ്കൂളിൽ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ +2 അത്യാവശ്യം ആ ഉഴപ്പൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. +2 ആയപ്പോൾ നമുക്കറിയാം അവസാന വർഷമാണ്, ടീച്ചർമാരെല്ലാം അത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും തരാൻ പറ്റിയില്ലെങ്കിൽ ഒരു 80% വിജയം എൻ്റെ ഒരു 80% മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. ഉണ്ട്, മാത്സിൽ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു കുറച്ചുള്ളൂ. ബാക്കി എല്ലാത്തിനും നല്ല, ലാംഗ്വേജിനൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു. പ്ലസ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അനന്തു എനിക്ക് തോന്നുന്നു മെന്റലിസത്തിലോട്ട് വരുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ്. പിന്നെ അന്നേരം ഞാൻ ഇക്കാര്യം ഞാൻ സുരേഷ് മോഹൻ സാറിനെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. കാരണം അനന്തുവിൻ +2 കഴിഞ്ഞതും അപ്പോൾ സാർ എന്നോടൊരു സജഷൻ പറഞ്ഞു, ആശാ നമുക്ക് പിന്നെ ചിന്മയ വിശ്വവിദ്യാപീഠ് അവിടെ സൈക്കോളജി എടുത്ത് അനന്തുവിനെ ഞങ്ങൾക്ക് പഠിപ്പിക്കാം എന്ന് സാറൊരു സജഷൻ പറഞ്ഞു. അപ്പം ഞാനത് അനന്തുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു അന്ന്. അപ്പം സാർ എന്നോട് പറഞ്ഞത് അനന്തു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. അപ്പം ഞാൻ പറഞ്ഞു സാർ അത് ബുദ്ധിമുട്ടായിരിക്കും, കാരണം അനന്തു പഠിത്തത്തോടൊപ്പം എന്താ പറയുന്നത് അതായത് അനന്തു ഏത് ഫീൽഡിലാണോ നിൽക്കുന്നത് അനന്തുവിനെ അതും കൂടെ മുന്നോട്ട് കൊണ്ടുപോകണം, അപ്പൊ അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് പിന്നെ അപ്പൊ അന്നേരം സാറ് പറഞ്ഞു എന്നാൽ സാരമില്ല, അപ്പൊ അനന്തുവിന്റെ ഡിസിഷൻ അങ്ങനെയാണെങ്കിൽ അതങ്ങ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ അനന്തു അതെ അങ്ങനെ മുന്നോട്ട് പോയി. വലിയ കത്ത് ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെക്കാം. താങ്ക് യു ടീച്ചർ. അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. സത്യമായിട്ട് ഞാനത് എഴുതിയ കാര്യം പോലും ഓർക്കുന്നില്ല, പക്ഷെ ഇപ്പോഴും ടീച്ചർ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് അറിയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ എടുത്ത് ഏറ്റവും താഴെ വയ്ക്കും. കാരണം ഇത് കളഞ്ഞു വരുന്നത് എൻ്റെ ഫയലാണ്, അത് വേറെ ആരും എടുക്കൂല. അപ്പൊ അതുകൊണ്ട് അതെന്റെ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഞാനത് കാണും അതിനകത്തെന്നുള്ളത്. താങ്ക് യു ടീച്ചർ. ഞാൻ ആ കത്തിൽ എഴുതിയിരുന്നൊരു കാര്യം കൺക്ലൂഡ് ചെയ്തപ്പോൾ ഞാൻ അതിലൊരു വാക്ക് എഴുതിയിരുന്നു. അവസാന +2 അവസാന വർഷത്തെ അവസാന അധ്യയന വർഷത്തെ അവസാന പരീക്ഷയും കഴിഞ്ഞ് അവസാന ചോദ്യത്തിൻ്റെ ഉത്തരവ് എഴുതി പേന താഴെ വെച്ച് മണി മുഴങ്ങിയ സമയം മനസ്സിൽ അല്ലെങ്കിൽ ശരീരത്തിനൊക്കെ ഉണ്ടായ എന്തോ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ
ആ കത്ത് വായിച്ച സമയത്ത് അന്ന് അവിടെ ഇരുന്നുണ്ടായ അതേ സെയിം ഫീലിംഗ് ആണ് ഈ ഒരു മൊമെന്റിൽ എനിക്ക് ഉണ്ടായത്. ചിലപ്പോൾ ഷോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞങ്ങളുടെ മെന്റലിസത്തിന്റെ ഇതിൽ ഈ എക്സ്പ്രഷൻ ഡീകോഡിംഗ് ഒക്കെ ഉണ്ട്. മൈക്രോ എക്സ്പ്രഷൻ എന്നും ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ശരീരഭാഷയൊക്കെ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് അനുസരിക്കാൻ പറ്റും. അപ്പോൾ എന്റെ ഒരു ക്ലോസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ മുഖത്തും ശരീരത്തിലും അത് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് മിന്നിൽ എക്സാക്ട്ലി അത് ആ ഒരു മൊമെന്റിലേക്കാണ് എന്റെ മനസ്സ് ഇവിടെ കൊണ്ടുപോയത്. അപ്പോൾ അതിനുശേഷം ഇന്ന് ഈ ഒരു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്കൂളുമായിട്ടുള്ള ആത്മബന്ധവും ടീച്ചേഴ്സുമായിട്ടുള്ള ബന്ധവും എനിക്ക് ഇപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നാളുകൂടെ ഇപ്പം തന്നെ ഓൾറെഡി ഇവിടെ വരുമ്പോൾ പുതിയ പുതിയ മുഖങ്ങളാണ് കാണുന്നത്. ഇനിയും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അന്ന് ഇപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ നമ്മൾ അന്ന് ഉണ്ടായമേ. ബാക്കിയുള്ള ടീച്ചർമാരും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ആൾക്കാരെ വലുതായിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പക്ഷേ ഇതും മനസ്സിൽ ആ ഒരു ഓർമ്മകൾ വലിയൊരു ഗിഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും എന്ന് മാത്രമാണ്. തീർച്ചയായിട്ടും. കാരണം അതാണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം, ഇപ്പം അനന്ത് വരുന്നതനുസരിച്ച് പുതിയ ആൾക്കാരാണെങ്കിൽ പോലും അനന്ത് മെന്റലിസ്റ്റ് എന്നുള്ളൊരു ഇതിലും ഇവിടുത്തെ കുട്ടിയാണെന്നുള്ളതിലും എല്ലാ ടീച്ചേഴ്സിനും സുപരിചിതനാണ്. മനസ്സിലായില്ലേ? അപ്പം എന്തായാലും അനന്തുവിന് എന്ന് ഇവിടെ വന്നാൽ ഒരു സ്ഥാനമുണ്ട് തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയുന്നതാണ്, എന്താണ് ഇവിടെ പഠിച്ചു പോയാലും എന്ന് നിങ്ങൾക്ക് സ്കൂളിലേക്ക് ധൈര്യത്തോടെ കയറി വരാം. കാരണം പഠിച്ച സ്കൂളിൽ നമ്മൾ അങ്ങനെ നമ്മുടെ കുട്ടികളെ അങ്ങനെ ഒരു അവസരം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വിഷമമാവും. മനസ്സിലായില്ലേ? ഏതൊരു കുട്ടിക്കാണെങ്കിലും. അതുകൊണ്ട് എന്നും നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ ഇതിനകത്ത് കയറി വരാം. അധ്യാപകർ പുതിയ പുതിയ ആൾക്കാർ വന്നാൽ പോലും പഴയ ആൾക്കാർ അനന്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കും. മനസ്സിലായില്ലേ? അതിന് ഒരിക്കലും ഒരു വിഷമം വേണ്ട. താങ്ക് യു സോ മച്ച് ടീച്ചർ.